നമസ്കാരം സുഹൃത്തുക്കളെ. നിക്ഷേപം അഥവാ ഇൻവെസ്റ്റ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്നതെന്താണ്? മിക്കവാറും ഓഹരി വിപണി, സ്വർണം അല്ലെങ്കിൽ വല്ല വസ്തുവോ ഒക്കെയാവും അല്ലേ? സത്യത്തിൽ ഇവയേക്കാളൊക്കെ എത്രയോ പ്രധാനപ്പെട്ട, നമ്മുടെയൊക്കെ ജീവിതം തന്നെ പാടെ മാറ്റിമറിക്കാൻ പോകുന്ന 3 നിക്ഷേപങ്ങളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നമ്മളിൽ പലരും എപ്പോഴും സ്വയം ചോദിക്കാറുള്ള ഒരു ചോദ്യമുണ്ട്: ഞാൻ ഇത്രയധികം കഠിനാധ്വാനം ചെയ്തിട്ടും കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് എനിക്ക് സാമ്പത്തികമായോ വ്യക്തിപരമായോ ഒരു വലിയ മാറ്റമുണ്ടാകാത്തത്? ചിന്തിച്ചു നോക്കൂ, വെറും സ്വർണത്തിലോ ഭൂമിയിലോ മാത്രം പണം നിക്ഷേപിച്ചാൽ ഒരാൾ വിജയിയാകുമോ? ഒരിക്കലുമില്ല. പലരും രാപ്പകൽ കഷ്ടപ്പെട്ടിട്ടും എന്തുകൊണ്ടാണ് പരാജയപ്പെട്ടു പോകുന്നത്? ഇനി ചിലരാകട്ടെ വളരെ പെട്ടെന്ന് വലിയ ഉയരങ്ങളിലെത്തും, പക്ഷേ അത്രതന്നെ വേഗത്തിൽ താഴേക്ക് വീഴുകയും ചെയ്യും. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത്? ഇതിന്റെയെല്ലാം ഉത്തരം ഒരേയൊരു കാര്യത്തിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ശൈലിയാണ്. നമ്മൾ എവിടെയാണ്, എന്തിലാണ് ശരിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നതിലാണ് കാര്യം. നമുക്ക് നോക്കാം, എന്താണ് ആ 3 കാര്യങ്ങളെന്ന്. സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ 3 നിക്ഷേപങ്ങളെക്കുറിച്ചാണ്. പണം, സമയം, ഇമോഷൻസ്. ഈ 3 കാര്യങ്ങൾ എങ്ങനെ, എവിടെ, എപ്പോൾ ഉപയോഗിക്കണം എന്ന് കൃത്യമായി പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം 10 മടങ്ങ് മെച്ചപ്പെടും എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. പണം കേവലം ഒരു കടലാസ് കഷ്ണമല്ല. നോക്കൂ, നമ്മളിൽ പലരും 40 വയസ്സ് കഴിയുമ്പോഴാണ് നിക്ഷേപത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷേ അതൊരു വലിയ തെറ്റാണ്. നിങ്ങൾക്കറിയുമോ, നിക്ഷേപം തുടങ്ങേണ്ടത് നിങ്ങളുടെ കയ്യിൽ ആദ്യത്തെ ശമ്പളം കിട്ടുന്ന ആ നിമിഷം മുതലാണ്. നമ്മുടെ ഇടയിൽ പ്രധാനമായും 3 തരം ആളുകളാണുള്ളത്. 1. സാധാരണക്കാർ. ഇവർ പണം ലാഭിക്കാൻ മാത്രം നോക്കും. അത് നല്ലതാണ്, പക്ഷെ പണത്തിന്റെ മൂല്യം ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഇൻഫ്ലേഷൻ, ഇവർ തിരിച്ചറിയുന്നില്ല. 2. പരാജയപ്പെടുന്നവർ. ഇവർ പണം വെറുതെ കളയുന്നവരാണ്. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലിയ ഫോണുകളും കാറുകളും കടം വാങ്ങി മേടിച്ച് ഒടുവിൽ വലിയ ബാധ്യതയിൽ ചെന്നുചാടും. 3. വിജയികൾ. ഇവർ പണം എവിടെ നിക്ഷേപിച്ചാൽ അത് വളരും എന്ന് മാത്രം ചിന്തിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: നിങ്ങളുടെ വരുമാനത്തിന്റെ ഒരു 20% നിർബന്ധമായും നിക്ഷേപത്തിനായി മാറ്റിവെക്കുക. സമയം, അത് പണത്തേക്കാൾ എത്രയോ വിലപ്പെട്ടതാണ്. ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ കയ്യിലുള്ള 1-2 ലക്ഷം രൂപയുടെ ഫോൺ ആരെങ്കിലും വന്ന് ചോദിച്ചാൽ നിങ്ങൾ വെറുതെ കൊടുക്കുമോ? ഇല്ല, അല്ലേ? പക്ഷേ നമ്മൾ പലപ്പോഴും നമ്മുടെ സമയം സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ അനാവശ്യമായ കൂട്ടുകെട്ടിലോ വെറുതെ കളയാറുണ്ട്. ഇതിനർത്ഥം നിങ്ങൾ നിങ്ങളുടെ സമയത്തേക്കാൾ വില നിങ്ങളുടെ ഫോണിന് നൽകുന്നു എന്നാണ്. ജീവിതത്തിലെ എല്ലാ ഇടപാടുകളും ഒരു കൈമാറ്റമാണ്. ജോലി ചെയ്യുമ്പോൾ നിങ്ങൾ സമയം നൽകി പണം വാങ്ങുന്നു, പഠിക്കുമ്പോൾ സമയം നൽകി അറിവ് വാങ്ങുന്നു. ഓർക്കുക, പാഴാക്കുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഇന്നു മുതൽ ഒരു ഡയറി എടുത്ത് എഴുതി നോക്കൂ, എന്തിനൊക്കെയാണ് നിങ്ങൾ സമയം ചിലവഴിക്കുന്നത് എന്ന്. അനാവശ്യമായത് ഒഴിവാക്കൂ. അടുത്തത് വികാരങ്ങളാണ്. പലരും പറയാറുണ്ട്, എനിക്ക് ജോലിയിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്ന്. സത്യത്തിൽ അതിന്റെ അർത്ഥം നിങ്ങളുടെ വികാരങ്ങൾ ആ ജോലിയിലല്ല, മറ്റെവിടെയോ ആണ് എന്നാണ്. അത് അനാവശ്യ പേടിയാകാം, ഉത്കണ്ഠയാകാം. വിജയിച്ച എല്ലാവരെയും ശ്രദ്ധിച്ചു നോക്കൂ. അവർക്ക് അവരുടെ ലക്ഷ്യത്തോട് ഒരു പ്രത്യേക പ്രണയമുണ്ടായിരുന്നു. നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യൂ. നിങ്ങൾ ദേഷ്യപ്പെടാനോ സങ്കടപ്പെടാനോ സമയം കളയുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇതിൽ നിന്ന് എനിക്ക് എന്ത് ലാഭം കിട്ടും? ഒന്നുമില്ലെങ്കിൽ അവിടെ നിങ്ങളുടെ വികാരങ്ങൾ നിക്ഷേപിക്കരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന 3 കാര്യങ്ങൾ പറയാം. 1. അടുത്ത 5 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് എത്ര സമ്പാദിക്കണം എന്ന കൃത്യമായ ഒരു മണി ഗോൾ ഉണ്ടാക്കുക. 2. ദിവസവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്കായി സമയം മാറ്റിവെക്കുന്ന ടൈം ബ്ലോക്കിംഗ് ശീലമാക്കുക. 3. നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതിവെക്കുക. അതിനെ എങ്ങനെ മാറ്റാം എന്ന് ചിന്തിക്കുക. അവസാനമായി ഒന്ന് മാത്രം: പണം നിങ്ങൾ സമ്പന്നനാക്കും, സമയം നിങ്ങളെ അറിവുള്ളവനാക്കും, വികാരങ്ങൾ നിങ്ങളെ കരുത്തനാക്കും. ഇവ 3ഉം കൃത്യമായി ബാലൻസ് ചെയ്താൽ നിങ്ങളെ തടയാൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. ഈ വീഡിയോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റമെങ്കിലും ഉണ്ടാക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.